പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ പരിപാലിച്ച് സംരക്ഷിച്ച തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ടും അവിടുത്തെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും പോരായ്മകളെയും ഓർത്ത് മാപ്പപേക്ഷിച്ചുകൊണ്ടും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ അനുഗ്രഹം യാചിച്ചുകൊണ്ടും നമുക്കിപ്പോൾ ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ തിരുമണിക്കൂറിൽ ആയിരിക്കാം. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖ വൃന്ദങ്ങളെ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേരുന്ന ഈ അത്ഭുത നിമിഷങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളായിട്ട്, അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട്, സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളായിട്ട്, വിടുതലിൻ്റെ നിമിഷങ്ങളായിട്ട് മാറട്ടെ. കർത്താവേ, ത്രിയേക ദൈവമേ, അയോഗ്യരും പാപികളുമായ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് യാചിക്കുന്നു. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പി നിന്നു. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പി നിന്നു. കരങ്ങൾ കൂപ്പി ആർദ്രതയോടെന്നും കാക്കും സ്വർഗത്തിന്റെ നാഥനിതാ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. ഈ തിരുവരുളിക്കായിൽ തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയം. ഒന്ന് ചേർന്ന് നമുക്ക് പാടാം. എല്ലാ അധരങ്ങളും സ്തുതിക്കട്ടെ, എല്ലാ നാവും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും ഇതാ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന സമയമാണിത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയം. എല്ലാ അധരങ്ങളും ഒന്ന് സ്തുതിക്കട്ടെ, എല്ലാ നാവും ചലിക്കട്ടെ. ഹൃദയം മുഴുവനും ആത്മാവും ശരീരവും മുഴുവനും തമ്പുരാനിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ തമ്പുരാനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നിന്നാമമൊക്കെ നിറപുഞ്ചിരിയോടെ മുൻപിലെത്തും. നീറും നേരം നിന്നാമമൊക്കെ നിറപുഞ്ചിരിയോടെ മുൻപിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങൾ ഞങ്ങളുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്നവനെ മാറും നിൻ സാന്ത്വനത്താൽ. നാഥാനിൻ കയ്യിലെ ശാശ്വതാനന്ദം നിരലോകമൊഴുകവേ ധന്യം ഞങ്ങൾ. ആത്മനാഥാനിനക്കാരാധന, എല്ലാ ആദരവും സ്തുതിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പ്രപഞ്ചനാഥനിതാ ഈ തിരുവോസ്തിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു മാധ്യമത്തിലൂടെയെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക, വിശ്വസിക്കുക, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുക. നീ നിന്റെ ഭവനത്തിലായിരിക്കാം, നീ ആയിരിക്കുന്നിടത്തായിക്കൊള്ളട്ടെ, പക്ഷെ തമ്പുരാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് നീ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ തമ്പുരാന്റെ സജീവ സാന്നിധ്യത്തിൽ നീ ആയിരിക്കുമ്പോൾ, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് നീ ആരാധനയ്ക്കായി തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമിതാ കടന്നു വരും നമ്മിലേക്ക്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അധരങ്ങൾ ഈ സമയം ചലിക്കും, നമ്മുടെ നാവുകൾ ദൈവസ്തുതികൾ ഉരുവിടും,
നമ്മുടെ കണ്ണുനീര് ഒഴുകും. നമ്മുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്ന സമയമാണിത്. വലിയ ആത്മാവിന്റെ നിർവൃതി അനുഭവിക്കും. പാപമോചനം ലഭിച്ച അനുഭവം ഉണ്ടാകും. സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. പാടുവതോ പുണ്യം ധന്യമീ ജീവിതം ആത്മനാഥാ നിനക്കാരാധന ആത്മജനീകിടും ഒരിക്കൽ കൂടി എല്ലാവരും ഒരുമിച്ച് ആത്മനാഥാ നിനക്കാരാധന ആത്മജനീകിടും ആരാധന എല്ലാവരും ഒരുമിച്ച്. ആത്മനാഥാ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നന്ദിയോടുകൂടി കർത്താവിന് മുമ്പിലായിരിക്കാം. ഈ ഒരു രാത്രി ഒരുപക്ഷെ ഇനി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ ലഭിച്ച അത്ഭുത നിമിഷങ്ങളാണിത്. അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണിത്. സൗഖ്യത്തിന്റെ നിമിഷങ്ങളാണിത്. വിടുതലിന്റെ നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആത്മജനീകിടും ആരാധന ആത്മനാഥാ നിനക്കാരാധന ആത്മജനീകിടും ആരാധന കരങ്ങളും സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് ദിവികാരുടെ ഈശോയെ നോക്കുക. അവനെ നോക്കിയവരാരും തന്നെ നിരാശരായിട്ടില്ല. അവനെ നോക്കിയവരാരും തന്നെ നിരാശരാകേണ്ടി വന്നില്ല. കർത്താവിനെ സ്തുതിക്കുക. എല്ലാ മക്കളും ഹൃദയം തുറന്ന് ദിവികാരുടെ ഈശോയെ, കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ ഒരു വർഷത്തിന്റെ അവസാനം കാണുവാൻ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതാണ്. അതോർത്ത് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തമ്പുരാനെ, ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരുടെയും അതരങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്ന പ്രപഞ്ച സൃഷ്ടികളോട് ചേർന്നുകൊണ്ട് കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ, നന്മകളെ ഓർക്കുന്നു കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നു, എല്ലാ നന്മകളെയും ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിപാലനയെ ഓർത്ത് സ്തുതിക്കുന്നു. വഴി നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി. കർത്താവെ, പ്രപഞ്ചം മുഴുവനോട് ചേർന്ന് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ മക്കളോടും ചേർന്ന് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നന്ദി പറയുവാനായിട്ട് ഈ സമയം മടി കാണിക്കരുത്. നിനക്ക് ദൈവം തന്ന ദാനമായിരുന്നു ഈ ഒരു വർഷം. കർത്താവ് തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത്, മഹാദാനത്തെ ഓർത്ത് നന്ദി പറയുക. Thank the Lord for all the blessings you have received during this year. Thank Lord. Right now, our Creator, our Master, our Savior is present in this Holy Eucharist. Open your heart, open your mind with a humble heart and thank Him, praise Him wholeheartedly. Hallelujah. Thank you, Jesus. Praise you, Lord. We worship you, Lord. Adore you, Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവരും സ്വസ്ഥാനത്ത് നിങ്ങളായിരിക്കുന്നിടത്ത് ഇരിക്കുക. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. സ്വർഗത്തിൻ്റെ നാഥൻ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണിത്. ഈ തിരുവോസ്തിയിൽ നിന്റെ നാഥനുണ്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്റെ തമ്പുരാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടി നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരുവാൻ, നിന്റെ കൃതജ്ഞതയും നിന്റെ ആരാധനയും സ്തുതികളും ഏറ്റുവാങ്ങുവാൻ, അനുതാപത്തോടുകൂടി ഉരുകുന്ന ഹൃദയത്തോടുകൂടി നീ കടന്നു വരുന്നതും കാത്ത്, പശ്ചാത്തപിച്ച് തമ്പുരാന്റെ കരുണ യാചിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതും കാത്ത് ഈ കൂദാശയിൽ നിന്റെ നാഥനും രക്ഷകരുമായ കർത്താവ് ഇതാ കാത്തിരിക്കുകയാണ്. ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ
ആരംഭിക്കുമ്പോൾ പുതുവർഷത്തിലേക്ക് കാലുകളെടുത്ത് കുത്തുമ്പോൾ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെയും ഒന്ന് ചേർത്ത് വെക്കാം. കർത്താവേ, നീ എൻ്റെ കരം പിടിക്കണം, നീ എന്നെ കൈപിടിച്ച് നടത്തണം. എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും എൻ്റെ വിചാരങ്ങളും എല്ലാം അവിടുന്ന് നയിക്കണം. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കൊന്ന് എല്ലാവർക്കും ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനുമായി ഈ വർഷത്തിന്റെ അവസാനത്തിൽ അങ്ങേ സന്നിധിയിൽ ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങളെ കരുണയോടെ കാണണമേ. അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുവാനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം യാചിക്കുവാനും ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും ഈ പുതുവർഷത്തിലേക്ക് അങ്ങയുടെ കൃപകൾ യാചിക്കുവാനുമായി ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ ആരാധന. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കണ്ണുകൾ അടയ്ക്കുക, ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കുക. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുവാൻ തമ്പുരാൻ നമ്മളെ അനുവദിച്ചു. എത്രയോ പേർക്കത് കഴിയാതെ പോയി, എത്രയോ പേർക്കത് സാധിക്കാതെ പോയി. കൊറോണ വൈറസ് മൂലവും മറ്റു മഹാമാരികൾ നിമിത്തവും പലവിധത്തിലുള്ള അപകടങ്ങൾ നിമിത്തവും രോഗപീഠകൾ നിമിത്തവും എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി. ഒരുപക്ഷെ നിന്റെ തന്നെ കുടുംബത്തിലെ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഈ ലോകം വിട്ടുപോയ ഒരവസ്ഥയുണ്ടാകാം. തമ്പുരാൻ നിന്നെ ഇതാ പരിപാലിച്ചിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കാം. ഇന്ന് നീ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ അത്ഭുതമല്ലേ? ഇന്ന് നിനക്ക് ശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ അത്ഭുതമല്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ? എത്രയോ പേര് ഇന്ന് ആശുപത്രികളിൽ വെന്റിലേറ്ററുകളിലും ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടുകൂടിയും ശ്വസന സഹായത്തോടുകൂടി ഇന്ന് ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. തമ്പുരാൻ നിനക്ക് അനായാസം ശ്വസിക്കുവാനും നിശ്വസിക്കുവാനും കൃപ തന്നിട്ടില്ലേ? നന്ദി പറഞ്ഞോ? നിനക്കിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ടോ? നിനക്കിന്ന് കേൾക്കുവാൻ സാധിക്കുന്നില്ലേ? നിനക്കിന്ന് ചലിക്കുവാൻ നിന്റെ പാദങ്ങൾക്ക് ശക്തിയില്ലേ? നിന്റെ കരങ്ങൾ ഇന്ന് ചലിക്കുന്നില്ലേ? നിന്റെ ഹൃദയം ഇന്ന് തുടിക്കുന്നില്ലേ? എത്രയോ പേരുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നിലച്ചു കഴിഞ്ഞു. എത്രയോ പേരുടെ തലച്ചോറ് മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. എത്രയോ പേരുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ നിന്റെ ഹൃദയം തുടിക്കുന്നില്ലേ? നിന്റെ കിഡ്നി ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ? നിന്റെ ആന്തരിക അവയവങ്ങൾ ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്നില്ലേ? നിന്റെ ശരീരം തന്നെ തമ്പുരാന്റെ വലിയൊരു അത്ഭുതമല്ലേ? അവിടുത്തെ ദാനമല്ലേ? നന്ദി പറഞ്ഞോ? നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങൾ, നിന്റെ സഹോദരീ സഹോദരങ്ങൾ, നിന്റെ അയൽവാസികൾ, നിന്റെ ബന്ധുമിത്രാദികൾ, അവരെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് നന്ദി പറയുക. ഈശോയെ, ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, എത്രയോ നന്മകൾ ഞാൻ സ്വീകരിച്ചു, എത്രയോ അനുഗ്രഹങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ആത്മീയ മേഖലയിൽ ഈ ദിനങ്ങളിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകൾ ഒരുപക്ഷെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിനക്ക് കൃപ തന്നു. വലിയ സങ്കടങ്ങളിലൂടെ, നീ പ്രതിസന്ധികളിലൂടെ, നിരാശയിലൂടെയൊക്കെ നീ കടന്നു പോകേണ്ടതായിട്ടുണ്ടായി. എങ്കിലും കർത്താവ് തകർന്നു പോകാൻ അനുവദിച്ചില്ല. നന്ദി പ്രകാശിപ്പിക്കുക.
പ്രിയമുള്ളവരെ, ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് സജീവ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഈശോയോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കൃതജ്ഞതയുടെ നിമിഷങ്ങളെ ഓർക്കാനായിട്ട് മാത്രമാണ് ഇവിടെ സഹായിക്കുക. എത്രയോ നന്മകൾ നിന്റെ ആത്മീയ ജീവിതത്തിൽ, എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു. തമ്പുരാന്റെ ദാനമല്ലേ. കൂദാശകൾ ഓൺലൈനിലൂടെ ആണെങ്കിലും അല്ലാതെയൊക്കെ പങ്കെടുക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ലേ? ലഭിച്ച ആത്മീയ നന്മകളെ ഓർത്ത്, പരിശുദ്ധാരൂപിയുടെ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുക. ഇപ്പോൾ കർത്താവിന് മുമ്പിൽ ആയിരിക്കുവാൻ ലഭിച്ച കൃപയെ ഓർത്ത് നന്ദി പറയുക. നിന്റെ ഭൗതിക ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് എത്രയോ നിന്നെ പരിപാലിച്ചു. എത്രയോ അപകടഘട്ടങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ, ദിനങ്ങളിൽ തമ്പുരാൻ എത്രയോ നിന്നെ പരിപാലിച്ചിട്ടുണ്ട്. എത്രയോ അപകടങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിന് സംഭവിക്കേണ്ടിയിരുന്നു. അതിനെല്ലാം കർത്താവ് പരിപാലിച്ചില്ലേ? നിന്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നന്ദി പ്രകാശിപ്പിച്ചോ? പഠിക്കുവാൻ നിനക്ക് കൃപ തന്നു. ജോലിയിൽ പ്രവേശിക്കുവാൻ തമ്പുരാൻ കൃപ തന്നു. എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. എത്രയോ പേർക്ക് പഠിക്കുവാൻ കഴിയാതെ, എത്രയോ പേർക്ക് ഭവനമില്ലാതെ, കുടുംബമില്ലാതെ, വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ, മക്കളില്ലാതെ ഇന്ന് വേദനിക്കുന്നുണ്ട്. അവരെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിന്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിന്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി പറയുക. ഈ ഒരു കഴിഞ്ഞ വർഷക്കാലം തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾ ഓരോരുത്തരും ഓർത്തെടുത്ത് നന്ദി പറയുക. രോഗങ്ങളുണ്ടായി, കർത്താവ് സൗഖ്യപ്പെടുത്തിയില്ലേ? നിരാശപ്പെട്ട് ആത്മഹത്യയുടെ വക്കോളം എത്തി, എങ്കിലും തമ്പുരാൻ പിടിച്ചു നിൽക്കുവാൻ കൃപ തന്നില്ലേ? ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയ നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആശ്വാസമായി, സമാധാനമായി മാറിയില്ലേ? നിന്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവര് മരണമടഞ്ഞു പോയപ്പോൾ അവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ നീ വേദനിച്ച സമയങ്ങളുണ്ടായില്ലേ? പ്രിയപ്പെട്ടവർക്ക് രോഗപീഠകൾ വന്നത്, നിന്റെ തന്നെ ജീവിതത്തിലെ രോഗാവസ്ഥകൾ നീ ഒരുപാട് വേദനിച്ചപ്പോൾ തമ്പുരാൻ സൗഖ്യമായി കടന്നു വന്നില്ലേ? നന്ദി പ്രകാശിപ്പിക്കുക. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ഈ ലോകത്തിന് തമ്പുരാൻ, ഈ ലോകത്തിൽ ഇപ്പോൾ നമുക്കായിരിക്കുവാൻ തന്ന അനുഗ്രഹം, ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പേരിലൂടെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചു. കത്തോലിക്ക തിരുസഭയെ ഓർത്ത് നന്ദി പറയാം. വൈദികരെയും സമർപ്പിതരെയും മെത്രാന്മാരെയും കർദിനാൾമാരെയും അൽമായ പ്രേഷിതരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഇടവകയെ ഓർത്ത് നന്ദി പറയാം. ഇടവകയെ നയിക്കുവാൻ ദൈവം യോഗിച്ചിട്ടുള്ള വ്യക്തികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബ യൂണിറ്റുകളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ഇടവകയിലുള്ള ഭക്ത സംഘടനകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഇടവകയിലെ ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. അതുപോലെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കണം. കർത്താവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നന്ദിയോടെ കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേ സ്തുതികൾ പാടുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ നന്ദി പറയുന്നു. നമുക്ക് അവിടുത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ഈശോയെ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിച്ചില്ലേ? നിന്റെ മകൻ്റെ മകളുടെ ജീവിതത്തിൽ, നിന്റെ മാതാപിതാക്കളുടെ, നിന്റെ ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ? എത്രയോ സാഹചര്യങ്ങളിൽ തമ്പുരാന്റെ വലിയ പരിപാലന നീ അനുഭവിച്ചു. I request all of you to thank the Lord for all the blessings you have received in your personal life and in your family and in your society. ഈ കാലഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകിച്ചും ആശുപത്രികളിൽ ആതുര സേവനത്തിലായിരുന്ന ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും, അതുപോലെ ഈ ആശുപത്രി പരിചരണത്തിൽ, രോഗി പരിചരണത്തിലായിരുന്ന മറ്റ് ആശുപത്രി ശുശ്രൂഷകരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. എത്രയോ ആശുപത്രികൾ ദേവാലയങ്ങളായിട്ട് മാറി. എത്രയോ ആശുപത്രികളിൽ ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാരിലൂടെയും ഡോക്ടർമാരിലൂടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരിലൂടെ എല്ലാം തമ്പുരാൻ ഈ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ഇതാ
വാക്സിൻ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ അധ്വാനിച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറയാം. അതിന് വേണ്ട വിധത്തിലുള്ള വിതരണം നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ ഈ ലോകത്ത് നിന്ന് ഈ മഹാമാരി കർത്താവ് തുടച്ചു മാറ്റുവാൻ കരുണയാകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഈരടികളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ സ്തുതി പാടിടും. ദിവ്യകാരുണ്യം നോക്കുക, നന്ദിയോടുകൂടി നോക്കി കർത്താവിനെ സ്തുതിക്കുക. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ആത്മാർത്ഥമായിട്ട് ഈ ഇരടികളിൽ ചേരുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ നീ മറക്കരുത്. അർഹിക്കാത്ത നന്മകളെ ഓർത്ത്, അവിടെ നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളെയും, കഴിഞ്ഞ നാടുകളിലെ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നു കർത്താവേ. നന്മകൾ പോലുമേ എനിക്ക് എല്ലാവരും ഒരുമിച്ച് പാടുക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും ഈശോയെ നന്ദി പറയുന്ന കർത്താവേ. പ്രിയമുള്ളവരെ, സാധിക്കുന്നവര് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് I request, if your health permits, lift your hands, lift your both hands, close your eyes. Try to remember and recollect all the blessings you have received. Thank Him for all the providence and all the protections which the Lord has given to you, to your family, to your near and dear ones. Open your heart with thanksgiving and gratitude. Try to surrender yourself with gratitude. Thank Him and adore Him, worship Him. Thank Him for every blessings we have received in our life. കർത്താവേ നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. എത്രയോ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചു. എത്രയോ അടയാളങ്ങൾ അവിടുന്ന് പ്രവർത്തിച്ചു. എത്രയോ അപകടങ്ങൾ അവിടുന്ന് സംരക്ഷിച്ചു. നാണക്കേടിന്റെ നിമിഷങ്ങളിൽ അവിടുന്ന് പരിപാലിച്ചു. സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ അവിടുന്ന് പരിപാലിച്ചു. ദുഃഖത്തിൽ മുഴുകിയ നിമിഷങ്ങളിൽ അവിടുന്ന് ആശ്വസിപ്പിച്ചില്ലേ. സങ്കടക്കടലിൽ ഞാൻ ആഴ്ന്നു പോയപ്പോൾ അവിടുന്ന് കൈപിടിച്ചുയർത്തിയില്ലേ. കണ്ണുനീരിൽ കുതിർന്ന് മുഖം ഉയർത്തുവാൻ കഴിയാത്ത നിമിഷങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ചില്ലേ കർത്താവേ. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തിയില്ലേ. മനസ്സ് ഭാരപ്പെട്ട സമയം, മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ സമയത്ത് അവിടുന്ന് ആശ്വാസമായി പലരെയും അയച്ചു തന്നില്ലേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷം, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയവരുണ്ട്. കർത്താവേ നീ ശക്തിപ്പെടുത്തിയില്ലേ. ഇന്ന് ജീവിക്കുവാൻ, ഈ ഒരു വർഷത്തിന്റെ സമാപനം കാണുവാൻ, അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ തന്ന അത്ഭുതത്തെ ഓർത്ത്, ഈ അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. സകല പ്രപഞ്ച സൃഷ്ടികളോടും ഒപ്പം സ്തുതിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദിക്കുന്ന എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ പ്രപഞ്ചത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ കരുണയായിക്കണമേ, കർത്താവേ കരുണയാകണമേ. നമുക്ക് തുടർന്ന് വരുന്ന സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം എല്ലാവരും മറുപടിയായിട്ട് ഏറ്റുചൊല്ലണം. കർത്താവേ, കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമം പുകഴ്ത്തുവാനും അങ്ങേ നാമം പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമം പുകഴ്ത്തുവാനും അങ്ങേ നാമം പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. തുടർന്ന് വരുന്ന സങ്കീർത്തനത്തിന് മറുപടിയായിട്ട് ഈ ആദ്യ വചനം നമ്മൾ ചൊല്ലുകയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞാൻ അങ്ങയെ കാരുണ്യം പ്രകീർത്തിക്കും, സന്ധ്യാകാലത്ത് അങ്ങയെ വിശ്വസ്തതയും. കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. വീണയും കിന്നരവും കൊണ്ട് അങ്ങുന്ന് എന്നെ സന്തോഷിപ്പിച്ചു, അവയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പാപികൾ പച്ചപ്പുല്ല് പോലെ തഴച്ചു വളരുന്നുണ്ടാവും, ദുഷ്ടന്മാർ വിടർന്ന് പുഷ്പിക്കുന്നുണ്ടാകും. കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. അത്ഭുതകരമായ പല കാര്യങ്ങളും അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. അവിടുന്ന് നമുക്ക് ജീവൻ നൽകി, നമ്മുടെ കാലുകൾ വഴുതി പോകുവാൻ അവിടുന്ന് അനുവദിച്ചില്ല. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. വെള്ളി പരിശോധിക്കുന്നത് പോലെ ഞങ്ങളെ അവിടുന്ന് പരിശോധിച്ചു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. തീയിലും വെള്ളത്തിലും കൂടി അങ്ങൊന്ന് ഞങ്ങളെ നടത്തി. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. എങ്കിലും അതിന്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. കൈകൾ നിറയെ കാഴ്ചകളുമായി അങ്ങേ ഭവനത്തിലേക്ക് ഞങ്ങൾ വരുന്നു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. തുടർന്ന് നമ്മൾ ഏറ്റുപറയുവാൻ പോകുന്നത്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. നിന്റെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. അവിടുന്ന് പാപത്തിന്റെ ഗൗരവം നോക്കുന്നില്ല, അതിന്റെ വലിപ്പമനുസരിച്ച് ശിക്ഷിക്കുന്നുമില്ല. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. ആകാശത്തോളം ഉയരുന്ന കാരുണ്യം അവിടുന്ന് തന്റെ ഭക്തരോട് പ്രദർശിപ്പിച്ചു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ അവിടുത്തെ അനുഗ്രഹമുണ്ടായിരിക്കും. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. നമുക്കെല്ലാവർക്കും നിശബ്ദമായിട്ട് ഇരിക്കാം, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. പ്രിയമുള്ളവരെ, ഒന്ന് നിശബ്ദതയിൽ ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിശബ്ദതയിൽ കർത്താവിനോട് നന്ദി പ്രകാശിപ്പിക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അങ്ങയുടെ അനുഗ്രഹവും സഹായവും ഇതാ ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 59-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ നമ്മെയും ദൈവത്തെയും തമ്മിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം. ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പാപ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടുകൂടി നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തഭംഗിരമാണ്. നിന്റെ വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു. നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. തിരുവചനം പറയുകയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു. നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. പ്രിയമുള്ളവരെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്നു വെക്കാം. ഇന്ന് നമ്മുടെ പാപങ്ങൾ, തമ്പുരാന്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കാം. ദൈവ തിരുസന്നിധിയിലേക്ക് പിശാച് കടന്നു ചെന്നപ്പോൾ ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്. എന്നാൽ പിശാച് പറഞ്ഞു, ജോബിന് ചുറ്റിലും നീ സംരക്ഷണത്തിന്റെ വലയം തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിന്ന് അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. ജോബിന്റെ ചുറ്റിലും സംരക്ഷണത്തിന്റെ കോട്ട തീർത്ത തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അതേ സംരക്ഷണത്തിന്റെ വലയം തീർക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റിലും സംരക്ഷണ കോട്ട തീർക്കുന്നുണ്ട്. അതാണ് പ്രസാദവരം, ഗ്രേസ്. എന്നാൽ നമ്മുടെ പാപത്തിലൂടെ നമ്മളിന്ന് ആ പ്രസാദവരം നഷ്ടപ്പെടുത്തി തമ്പുരാൻ നമുക്ക് ചുറ്റിലും, നമ്മുടെ കുടുംബത്തിന് ചുറ്റിലും, നമ്മുടെ ഭവനത്തിന് ചുറ്റിലും സൃഷ്ടിച്ച ആ സംരക്ഷണ വലയം ഇന്ന് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ മുഖം ഇന്ന് നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ പാപമാണെങ്കിൽ, പാപ അവസ്ഥയാണെങ്കിൽ, ഒരു നിമിഷം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റുപറയാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യകാരുണീശോയേ, ദിവ്യകാരുണീശോയേ, ഈ ഒരു വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അങ്ങേ തിരുസന്നിധിയിൽ ഞാനും എന്റെ കുടുംബവും ആയിരിക്കുമ്പോൾ എന്റെ ഈശോയെ കരുണയോടെ എന്നെ നോക്കണമേ, എന്റെ കുടുംബത്തെ നോക്കണമേ, എന്റെ സമൂഹത്തെ നോക്കണമേ, ഇടവകയെ നോക്കണമേ, ഈ പ്രപഞ്ചത്തെ നോക്കണമേ, ലോകം മുഴുവന്റെ മേലും കരുണയാകണമേ കർത്താവേ.
ഞങ്ങൾ പാപികളാണ് ദൈവമേ, ഞങ്ങൾ പാപികളാണ് ദൈവമേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ മുഖം ഇന്ന് മറച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങൾ ഇന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പാപം തീർത്ത മറ മാറ്റി ഞങ്ങളെ നോക്കണമേ, കാരുണ്യത്തോടെ നോക്കണമേ, കരുണ കാണിക്കണമേ കർത്താവേ, കരുണ കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ കരുണയാകണമേ, കർത്താവേ കരുണയാകണമേ. പ്രിയ സഹോദരങ്ങളെ, സാധിക്കുന്നവരെ ഈ സമയം മുട്ടിന്മേലായിരിക്കുക. I request all those who are able to kneel down, please kneel down before the Lord. Join your hands, close your eyes, try to open your inner eyes into your life. Whether we have gone away from the love of God through the sins of our thoughts, sins of our words, sins of our deeds, and by omission. കർത്താവേ, ഞാൻ ഇന്ന് അങ്ങയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചിന്തകളിലൂടെ ഇന്ന് പാപം ചെയ്ത്, ഈ കഴിഞ്ഞ ദിനങ്ങളിൽ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ആസക്തികളാൽ കലുഷിതമായ എൻ്റെ ചിന്തകളിൽ പാപം നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതിലൂടെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല കർത്താവേ. അങ്ങ് ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുമ്പോഴും എൻ്റെ പാപത്തിൻ്റെ മറ നീക്കി അങ്ങയുടെ തിരുമുഖം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ. ഈശോയെ കരുണയാകണം. എൻ്റെ പാപങ്ങൾ, എൻ്റെ ചിന്തയുടെ പാപങ്ങൾ, എൻ്റെ വിചാരങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, അസൂയയായിരിക്കാം, അഹങ്കാരമായിരിക്കാം, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, അലസത, ദ്രവ്യാസക്തി, ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി, കോപപ്രകൃതി. ഒന്ന് ആത്മശോധന ചെയ്ത് കർത്താവേ കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെട്ടെന്ന് തന്നെ കോപം വരുന്ന പ്രകൃതമാണ് എൻ്റേത്. പലപ്പോഴും കോപം നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ നാവിൽ വരുന്നതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് പലരെയും മുറിപ്പെടുത്തിയിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ആസക്തികളാൽ കലുഷിതമായി മാധ്യമങ്ങളെ ദുരുപയോഗിച്ചു പോണോഗ്രഫി അതുപോലെ മറ്റു പലതിനും അടിമപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്. കർത്താവെ, പാപത്തിന്റെ ബന്ധനങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, വഴിവിട്ട കൂട്ടുകെട്ടുകൾ, മാധ്യമങ്ങളുടെ ദുരുപയോഗങ്ങൾ, ദാമ്പത്യത്തിന്റെ വിശ്വസ്തതയ്ക്കെതിരായി ചെയ്തു പോയിട്ടുള്ള പാപങ്ങള്, വിശുദ്ധിക്കെതിരായി ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട്. മറ്റുള്ളവരെ പാപാവസ്ഥയിലേക്ക് നയിച്ചു പോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ കരുണയോടെ എൻ്റെ പാപത്തിൻ്റെ മറ നീക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും നോക്കണമേ എന്ന് നമുക്ക് കരഞ്ഞു യാചിക്കണം. പ്രിയമുള്ളവരെ, ഉള്ളുരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളാൽ ഇന്ന് തമ്പുരാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, നീ എത്രയോ എന്നെ സ്നേഹിച്ചു, എത്രയോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു. നീ നന്മ മാത്രമല്ല എനിക്ക് തന്നിട്ടുള്ളത്, എന്നാൽ ഞാൻ നിന്നെ എത്ര അധികമായി ദ്രോഹിച്ചിട്ടുണ്ട്. എൻ്റെ വിചാരത്തിലൂടെ ഇന്ന് എനിക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ സങ്കടപ്പെടുത്തിയവരോട്, എന്നെ മനസ്സിലാക്കാതെ പോയവരോട്, സ്നേഹിക്കാതെ പോയവരോട്, എൻ്റെ ജീവിതം തകർത്തവരോട്, സാമ്പത്തിക മേഖലയിൽ ജീവിതത്തിൽ തകർച്ച നൽകിയവരോട്, വസ്തു തർക്കങ്ങളിൽ എന്നെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും കടന്നു പോയിട്ടുള്ളവര്, ആത്മീയ ജീവിതത്തിൽ തകർച്ച നൽകിയവരോട്, ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ച വ്യക്തിയോട്, ജീവിത പങ്കാളിയോട്, അല്ലെങ്കിൽ സ്വന്തം മകനോട്, മകളോട്, ജീവിത പങ്കാളിയോട്, മരുമകനോട്, മരുമകളോട്, അമ്മായി അപ്പനോട്, അമ്മായി അമ്മയോട്, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളോട് ഇന്ന് മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രാത്രി, ഈ ഒരു വർഷത്തിൻ്റെ ഈ ഒരു വർഷം അവസാനിച്ച് പുതുവർഷത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ തമ്പുരാൻ നിന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിന്നോട് കരുണ കാണിക്കാൻ തയ്യാറായി ഈ തിരുവോസ്തിയിൽ കടന്നു വന്നിരിക്കുകയാണ്. നീയും കരുണ കാണിക്കില്ലേ? നീയും കരുണ കാണിക്കില്ലേ? നീ പാപങ്ങൾ ക്ഷമിച്ചാൽ, മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിച്ച നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ചോദിക്കാം. കർത്താവേ,
എനിക്ക് ഈ വ്യക്തികളോട്, ഈ കുടുംബത്തോട്, ആ കുടുംബാംഗങ്ങളോട്, ഈ സഹപ്രവർത്തകയോട്, മേലുദ്യോഗസ്ഥനോട്, ഈ വൈദികനോട്, ഈ സിസ്റ്ററിനോട്, അല്ലെങ്കിൽ മേലധികാരികളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവേ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഈ ഒരു വർഷം നീ എനിക്ക് ദാനമായി തന്നതല്ലേ, നീ എന്നോട് കരുണ കാണിച്ചതല്ലേ, ആ കരുണയോർത്ത്, നിന്റെ കുരിശിലെ പീഡകൾ ഓർത്ത്, കുരിശിൽ കിടന്നുകൊണ്ട് നീ പറഞ്ഞില്ലേ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എൻ്റെ പൊന്നു തമ്പുരാനെ, സകലരോടും ക്ഷമിച്ച അങ്ങയുടെ മഹാകരുണ ആവോളം ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ സ്വീകരിച്ചു. ഒരു നിമിഷം മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ എൻ്റെ ഈ സഹോദരൻ സഹോദരി, ഞാനിന്ന് ആരോട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്നുവോ ആ വ്യക്തി കരുണ അർഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവിടുന്ന് എന്നോട് കരുണ കാണിച്ചതുപോലെ അവിടുന്ന് ഇന്ന് ഈ തിരുമണിക്കൂറിൽ എന്നോട് ആവശ്യപ്പെടുന്നുവല്ലോ. കർത്താവേ, എൻ്റെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് വിശേഷമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹനിമിത്തം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വചനത്തിൽ ഒന്ന് വിശ്വസിക്കാം. അവിടുത്തെ ഈ വചനത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് ക്ഷമിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം എത്രയോ പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കോപം വരുന്നതിലൂടെ കുത്തുവാക്കുകളും പഴിചാരലുകളും വിമർശനങ്ങളും നമ്മൾ എത്രയോ നടത്തിയിട്ടുണ്ട്. ഇല്ലായ്മ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ മദ്യഷാപ്പുകളിലും മറ്റു ഇടങ്ങളിലൊക്കെ ഈ ലഹരിയിലായിരിക്കുമ്പോൾ എത്രയോ പേരെക്കുറിച്ച് അശ്ലീലമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ, എത്രയോ പേരുടെ കുടുംബവും ദാമ്പത്യ ജീവിതം തകരുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. എത്രയോ പേരുടെ കണ്ണുനീരിന്ന് എൻ്റെ വാക്കുകൾ, എൻ്റെ നാവിൻ്റെ ദുരുപയോഗം മൂലം ഇന്ന് നടന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനമോർക്കണം, നീ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ട വരും. നീ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പറയുന്ന ഓരോ വാക്കും തമ്പുരാന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിനെ ദുരുപയോഗിച്ചു പോയിട്ടുള്ള അശ്ലീല സംഭാഷണത്തിൽ, വ്യർത്ഥ സംഭാഷണത്തിൽ, പരദൂഷണത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ സംസാരിച്ചു പോയിട്ടുള്ളതിനെ ഓർത്ത് നമുക്കൊന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കാം. നമ്മുടെ പ്രവൃത്തിയിലുള്ള പാപങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിലൂടെ വന്നു പോയിട്ടുള്ള പാപങ്ങൾ, ചെയ്യാവുന്ന നന്മ ചെയ്യാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കായി കാത്തിരിക്കുന്ന, നമ്മളോട് ക്ഷമിക്കുവാൻ കാത്തിരിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവാണുള്ളത്. ധൂർത്ത പുത്രന് വേണ്ടി കാത്തിരുന്ന പിതാവിനെ പോലെ ഈ തിരുവോസ്തിയിൽ ഈ വർഷത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾ ഇതാ കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു. ഒന്ന് പശ്ചാത്തപിച്ചുകൂടെ, ഒന്ന് അനുദപിച്ചുകൂടെ, കണ്ണുനീരൊഴുകട്ടെ അനുതാപത്തിന്. കർത്താവേ, ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്രയോ നീ എന്നെ സ്നേഹിച്ചോ, അത്ര അധികം നിന്നെ ദ്രോഹിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വർഷത്തിൻ്റെ സമാപനം കാണുവാൻ നീ എന്നെ അനുവദിച്ചുവല്ലോ. കർത്താവേ, കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുന്നു. ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എണ്ണമേറുന്ന പാപത്താലെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മദ്യപാനമായിരിക്കാം, അതുപോലെ തന്നെ ജഡിക ആസക്തികൾക്ക്, ജഡിക പാപങ്ങൾക്ക് മുഴുകിപ്പോയിരിക്കുന്ന അവസ്ഥ, ദ്രവ്യാസക്തി മുഴുകിപ്പോയി മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും വെട്ടിച്ചും നഷ്ടപ്പെടുത്തിയൊക്കെ സ്വത്തുക്കൾ നേടുവാനായിട്ട് നെട്ടോട്ടമോടി പലരുടെയും ജീവിതം തകർന്നുപോയി. ഈശോയെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാപത്തെയും പാപാവസ്ഥകളെയും വിട്ടുപേക്ഷിച്ച് ഒരു പുതുജീവിതം, പുതിയ മനുഷ്യനാകുവാൻ നിന്റെ കരുണയ്ക്കായിട്ട് ഞാൻ യാചിക്കുന്നു. പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടും ജീവിതം. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം
മനസ്സുരുകി പ്രാർത്ഥിക്കാം. പാപത്താൽ ഭാരമേറും ജീവിതം പറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന കരുണ തോന്നണമേ കർത്താവേ. ഇരുകരങ്ങളും നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണീശോയെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ മഹാകരുണ ഒഴുകട്ടെ. Let us all stretch our both hands towards the Eucharistic Lord. Let His mercy, let His kindness, let His forgiveness come to each one of us. കരുണ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ദൈവമേ, നിന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങളിതാ ഈ രാത്രിയിൽ നിലവിളിക്കുന്ന കർത്താവേ. ഈശോയെ, എല്ലാ പാപങ്ങളും അവിടുന്ന് പൊറുക്കണമേ കർത്താവേ. കരുണയാകണമേ കർത്താവേ. ഈശോയെ, കരുണയാകണമേ കർത്താവേ. കരുണയാകണമേ. പാപത്തിൻ ശാപം എല്ലാ തടക്ക ദോഷങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ദുരിതവും നാൾക്കുനാൾ വളരും. ഈശോയെ, പാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമാ. പാപം എന്നെ പാതാളം. നിനക്കായി കാത്തിരിക്കുന്ന, കരുണ കാണിക്കാൻ കാത്തിരിക്കുന്ന കർത്താവിന്റെ കരുണ യാചിച്ചുകൊണ്ട് ഈശോയെ, ഈ രാത്രിയിൽ അവിടുത്തെ മഹാകരുണ ഇന്ന് എന്നിലും എന്റെ കുടുംബത്തിലേക്കും എന്റെ സമൂഹത്തിലേക്കും ഈ ലോകം മുഴുവനിലേക്കും ഒഴുകി ഇറങ്ങട്ടെ. കർത്താവേ, കരുണയാകണമേ കർത്താവേ. കരുണയാകണമേ ഈശോയെ. കരുണ കാണിക്കണം കർത്താവേ. എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ സമൂഹത്തോടും ഞാൻ ആയിരിക്കുന്ന ഈ പ്രദേശത്തോടും ഈ ലോകം മുഴുവനോടും കരുണയാകണമേ. ഞങ്ങളുടെ കല്യാൺ രൂപതയോട് മുഴുവൻ കരുണയാകണമേ. ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവിന്റെ മേൽ കരുണയാകണമേ. എല്ലാ വൈദികരുടെ മേലും സമർപ്പിതരുടെ മേലും എല്ലാ ഇടവകകളുടെ മേലും എല്ലാ ഇടവക നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും അൽമായ പ്രേക്ഷിതരുടെ മേലും ശുശ്രൂഷകരുടെ മേൽ കരുണയാകണമേ. മതാധ്യാപകരുടെ, കാറ്റഗീസം അധ്യാപകരുടെ മേൽ കരുണയാകണമേ. വിവിധ ഭക്ത സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ മേൽ കരുണയാകണമേ കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ട്രസ്റ്റിമാരുടെ മേലും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ മേലും കുടുംബ യൂണിറ്റുകളുടെ മേലും എല്ലാ ഇടവകകളുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയാകണമേ കർത്താവേ. കരുണയാകണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. പ്രിയമുള്ളവരെ, കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപത്തിന്റെ അവസ്ഥകളെയും ഓർത്ത് പശ്ചാത്തപിക്കുക. നല്ല കുമ്പസാരം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുക. തീരുമാനമെടുക്കുക. കർത്താവ് കരുണ കാണിക്കും. അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. നിന്റെ അകൃത്യങ്ങൾ അവിടുന്ന് മായ്ച്ചു കളയും. നിന്റെ കണ്ണുനീരിൽ കർത്താവ് കാണും. അനുതാപത്തിന്റെ കണ്ണുനീര് വിലയുള്ളതാണ്. നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ? ആ അനുതാപം കർത്താവ് ഏറ്റെടുത്തില്ലേ? സക്കൈവൂസിനോട് പറഞ്ഞില്ലേ, സിക്കമോർ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരിക. ഈശോ കടന്നു ചെന്നപ്പോൾ സക്കേവൂസിന്റെ അനുതാപം കണ്ട് അവിടെ അരുളി ചെയ്തില്ലേ, ഇതാ ഇന്ന് നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഒരു കുടുംബനാഥന്റെ പശ്ചാത്താപം, അനുതാപം കുടുംബത്തിന് മുഴുവനും രക്ഷയായിട്ട് മാറിയില്ലേ? ഇതാ നിന്റെ അനുതാപത്തിലൂടെ, നിന്റെ പശ്ചാത്താപത്തിലൂടെ നീ നിന്റെ കുടുംബവും ഇതാ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. വചനം പറയുന്നുണ്ട്, ജോഷുവ 3:5, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. സാങ്ക്ടിഫൈ യുവർസെൽഫ്, ഗോഡ് വിൽ ഡു മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന്റെ കരുണ അനുദപിച്ച് കണ്ണുനീരോടുകൂടി നമുക്ക് തിരുവചനം, ദാവീദ് രാജാവ്
അനുദപിച്ച് പാടിയ ആ സങ്കീർത്തനം നമുക്ക് ഈ സമയം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് എല്ലാവരും, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ പാപത്തോടെയാണ് ജനിച്ചിരിക്കുന്നത്, എൻ്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമള തൈലം കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ, എൻ്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങളിതാ യാചിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും, നമ്മുടെ ജീവിതത്തിലെ തഴക്ക ദോഷങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക, ശാന്തമായിട്ടിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ പുതുവർഷത്തിലേക്ക് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ തിരുമണിക്കൂർ നമുക്ക് ശക്തി തരട്ടെ. ഇന്ന് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചിന്തകളെ, നിന്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, നിന്റെ അധ്വാന ഭാരങ്ങളെ, നിന്റെ ജീവിത ക്ലേശങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവേ, അനുതാപത്തോടുകൂടി നിന്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. അവിടെ നിന്നോട് കരുണ കാണിക്കുന്ന നിമിഷമാണെന്ന് എനിക്കറിയാം. ഈ പുതുവർഷത്തിലേക്ക് അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിന്റെ കുടുംബത്തെ, നിന്റെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, നിന്റെ മക്കളെ, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളെ, നിന്റെ അയൽവാസികളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. പരിപാലനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈശോയെ, ഇതാ ഞാൻ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എൻ്റെ വേദനകളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ രോഗാവസ്ഥകളും എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളെ സമർപ്പിക്കുക. കടബാധ്യതകളെ സമർപ്പിക്കുക. ജീവിത പ്രശ്നങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ ഏകാന്തതയും നിന്റെ സങ്കടങ്ങളെ ഏൽപ്പിക്കുക. നിന്റെ ഭയാശങ്കകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ഒരുപാട് അധ്വാനിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നില്ല, വസ്തു തർക്കങ്ങള്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം, ദാമ്പത്യ ജീവിതത്തിലും വേദന, നിരാശപ്പെട്ടു കഴിയുന്ന അവസ്ഥ,
ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ വേണ്ട വിധത്തിലെ സ്നേഹവും പരിചരണവും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കാതെ മനസ്സ് മടുത്തിരിക്കുന്നൊരവസ്ഥ, തൊഴിൽ മേഖലയിൽ ഇന്ന് നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ആത്മീയ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രതിസന്ധികൾ, ചിലരിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങൾ, എത്ര സ്നേഹിച്ചിട്ടും സ്നേഹം തിരികെ നൽകാത്തവര്, അതോർത്ത് നീ ഭാരപ്പെട്ടിരിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. ഈ ഒരു പുതുവർഷത്തെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നത്, ഈ കാലഘട്ടത്തിന്റെ മഹാമാരിയെ ഓർത്ത് നീ വേദനിക്കുന്നത്, അതോർത്ത് ഭയപ്പെട്ടിരിക്കുന്നത്, വാർദ്ധക്യ അവസ്ഥയിൽ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന, വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ വിദേശത്തും വിദൂരത്തുമൊക്കെയാണ്, ഭയത്തിൽ കഴിയുന്നു, രോഗാവസ്ഥയോർത്ത് ഭയന്ന് കഴിയുന്നു, ദേവാലയത്തിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല, പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുവാനോ പ്രിയപ്പെട്ടവരുടെ സന്ദർശനം സ്വീകരിക്കുവാനോ കഴിയാതിരിക്കുന്നവര്, മാനസികമായി ഒരുപാട് പിരിമുറുക്കങ്ങളിൽ കഴിയുന്നവര്, മാനസിക സംഘർഷങ്ങളിലായിരിക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവ് കാണുന്നുണ്ട്. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. ആരും കൂടെ ഇല്ലെന്നുള്ള തോന്നല്, ആരും സഹായിക്കാനില്ല, ആരും മനസ്സിലാക്കാനില്ലല്ലോ എന്നുള്ള തോന്നലുകള്, ഭാവിയെക്കുറിച്ച് അകാരണമായിട്ടുള്ള ഉത്കണ്ഠ, മക്കളുടെ ഭാവിയെക്കുറിച്ച്, കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ചൊക്കെ ഒരുപാട് ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈ പുതുവർഷം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഈ പുതുവർഷത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ കാണുക. കർത്താവ് തരും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കേണ്ടവൻ ഇതാ നിന്റെ മുമ്പിലുണ്ട്. അവിടുത്തെ തിരുസന്നിധി നീ വിശ്വാസപൂർവ്വം ചോദിക്കുമ്പോൾ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. നീ വിശ്വാസപൂർവ്വം ഈ വാതിൽക്കൽ മുട്ടുമ്പോൾ നിനക്കായി അവിടുന്ന് തുറന്നു തരും. നിനക്കായി അനുഗ്രഹത്തിന്റെ നിക്ഷേപ വാതിലുകൾ അവിടുന്ന് തുറന്നു തരും. ഇന്നോളം വരെ സാമ്പത്തിക മേഖലയിൽ, കുടുംബത്തിന്, നിന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ്, കരുണയ്ക്ക് വേണ്ടി കരുണ യാചിച്ചുകൊണ്ട് അനുദപിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ഇതാ കർത്താവ് തുറന്നു, അവിടുത്തെ വാതിൽ തുറക്കുകയാണ്. അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയാണ്, സൗഖ്യത്തിന്റെ വാതിൽ തുറക്കുകയാണ്, കാരുണ്യത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അവിടുന്ന് ഇതാ അനുഗ്രഹിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറിന്റെ ഈ സമാപന നിമിഷങ്ങളിൽ പുതുവർഷത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ നിന്നെ ആശീർവദിച്ചുകൊണ്ട്, നിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ, നടത്തുവാൻ ഇതാ അവിടുന്ന് കടന്നു വരികയാണ്. ഒന്ന് വിശ്വസിച്ചേ, ഈ വർഷം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന് നന്ദി പറയുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും മുട്ടിന്മേലായിരിക്കാനായിട്ട് പോവുകയാണ്. ഈ പുതുവർഷം നിന്റെ ജീവിതത്തിൽ ആവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ശക്തിപ്പെടുത്തണം. ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. പാപത്തെ അതിജീവിക്കുവാൻ, പാപബന്ധനങ്ങളെ, പാപപ്രലോഭനങ്ങളെ, പാപ സാഹചര്യങ്ങളെ, പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളോട് എതിരിടുവാനായിട്ട് നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം. ഭയം, ഉത്കണ്ഠ, ആകുല, നിരാശ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാം. അവിടുത്തെ സഹായമാണ് നമുക്ക് ഏറ്റവും നന്മയായി മാറുകയുള്ളൂ. ഈ പുതുവർഷത്തിൽ നമുക്ക് ആവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് യാചിക്കാം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ഒരുമിച്ച് ചേർന്ന് പാടുക. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച്. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യും. ഇതാ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയമാണിത്. വിശ്വസിക്കുക, വിശ്വാസത്തോടുകൂടി വിളിക്കുക. വചനം പറയുന്നുവല്ലോ, നിറയണമേ.
ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. സഹായകരെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഈ പുതുവർഷത്തിൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചിന്തയിൽ നിറയണം, ഞങ്ങളുടെ വികാര വിചാരങ്ങളിൽ നിറയണം, ഞങ്ങളുടെ ശരീരത്തിൽ നിറയണം, ഞങ്ങളുടെ ആത്മാവിൽ നിറയണം, ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണം, ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിറയണം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണം, സമൂഹത്തിൽ നിറയണം, ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിറയണം കർത്താവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിറയണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദിവ്യകാരുണ്യനാഥന്റെ ശക്തി സൗഖ്യമായി, അത്ഭുതമായി, അനുഗ്രഹമായി, അഭിഷേകമായി ഇതാ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഹൃദയം തുറന്നു കൊടുക്കുക. നിന്റെ ഭവനം കർത്താവിന്റെ ആത്മാവിനായി വിട്ടുകൊടുക്കുക. നിന്റെ ദാമ്പത്യ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, നിന്റെ മകന്റെ മകളുടെ ജീവിതം, നിന്റെ മരുമകന്റെ മരുമകളുടെ ജീവിതം, നിന്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, നിന്റെ തൊഴിൽ മേഖലകള്, ജീവിത സാഹചര്യങ്ങൾ മുഴുവനും ഈ ആത്മാവിന്റെ അഭിഷേകത്തെ നിറയട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചപേക്ഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. വലിയ അത്ഭുതം ഇതാ സംഭവിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിന്റെ മകനിൽ, മകളിൽ ഇതാ അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. വിശ്വസിക്ക്, 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 വിശ്വസിക്ക്. ദാഹിച്ചു പ്രാർത്ഥിക്കുക, ദാഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വേണം. അരൂപി നിറയണം. ഇന്ന് ഈ ഭവനത്തിൽ നിറയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിന്റെ മകന്റെ മകളുടെ, മരുമകന്റെ മരുമകളുടെ, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈ പുതുവർഷം മുഴുവനും അത്ഭുതത്തിന്റെ വർഷമായിട്ട് മാറണം. രോഗസൗഖ്യത്തിന്റെ ദിനങ്ങളായി മാറണം. ലോകം മുഴുവന്റെ മേലും കർത്താവിന്റെ മഹാകരുണ ഒഴുകി ഇറങ്ങണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കരം ചേർത്ത് പിടിക്കുക, കരം കോർത്ത് പിടിക്കുക. I request to hold the hands of your family members and lift your hands before the Lord. Me and my family is before you. Lord, I seek your blessing as I am entering into this new year. I ask for your blessing today upon my family, upon my near and dear ones, upon my community, upon this world. നിന്റെ കുടുംബത്തിന് നിനക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, എൻ്റെ കുടുംബാംഗങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് കരമുയർത്തി നിന്റെ മുമ്പിലായിരിക്കുന്നത് നിന്റെ വലിയ ആശീർവാദം ഈ പുതുവർഷത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടാണ്. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉറക്കെ ഏറ്റുചൊല്ലുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അയോഗ്യനും പാപിയുമായ, അയോഗ്യരും ബലഹീനനായ ഞാനിതാ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ കരുണയ്ക്കായി യാചിക്കുന്ന ദൈവമേ, യാചിക്കുന്ന ദൈവമേ, അങ്ങയുടെ മഹാകരുണ
അങ്ങയുടെ ഇന്ന് മഹാകരുണ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്നിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, എന്റെ എന്റെ ബന്ധുമിത്രാദികളിലേക്ക്, എന്റെ ബന്ധുമിത്രാദികളിലേക്ക്, എന്റെ അയൽവാസികളിലേക്ക്, എന്റെ എന്റെ അയൽവാസികളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, എന്റെ എന്റെ സഹോദരങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, തൊഴിൽ മേഖലയിലേക്ക്, കർത്താവേ അവിടുന്ന് അയക്കണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ശക്തിപ്പെടുത്തണമേ. പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ഉണർവ് ഈ പുതുവർഷം ഞങ്ങൾ പ്രാപിക്കട്ടെ. ഞാനും എന്റെ കുടുംബവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും എന്റെ കുടുംബത്തെയും എന്റെ സമൂഹത്തെയും എന്റെ ഇടവകയെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. ഭരമേൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരം ഞാൻ പിടിക്കുന്നു. എന്റെ കരം ഒന്ന് ചേർത്ത് പിടിക്കണമേ. പാപിയായ എന്റെ കരം പിടിച്ചുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ. അനുഗ്രഹങ്ങളെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞാനും എന്റെ കുടുംബവും ഏതെങ്കിലും വിധത്തിൽ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്ന കർത്താവേ. കരുണ യാചിക്കുന്ന ദൈവമേ, ഈ പുതുവർഷത്തിൽ എന്നെ നടത്തണമേ. എന്റെ കുടുംബത്തെ നടത്തണമേ. എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും എന്റെ ആശകളെയും എന്റെ അഭിലാഷങ്ങളെയും എന്റെ സ്വപ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ. എന്റെ ചിന്തയിൽ ഭരണം നടത്തണമേ. എന്റെ മനോഭാവങ്ങളെയും വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കണമേ. എന്റെ നാവിനെ നിയന്ത്രിക്കണമേ. എന്റെ ഹൃദയത്തിന്റെ എന്റെ അധരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എന്റെ പ്രവൃത്തികൾ അങ്ങ് തന്നെ നയിക്കണമേ. എന്റെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, രോഗപീഠകൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ അങ്ങയിൽ ആശ്രയം വെക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ. ഞാനും എന്റെ കുടുംബവും പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിന്. എന്നെയും എന്റെ കുടുംബത്തെയും സമൂഹത്തെയും ഈ ലോകം മുഴുവനെയും പ്രതിഷ്ഠിക്കുന്ന കർത്താവേ, വരമേൽപ്പിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതുവർഷത്തിന് കർത്താവിന്റെ നന്ദിയാണ്, കർത്താവിന് നൽകുന്ന ആരാധനയാണിത്. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ലഭിച്ച അനുഗ്രഹത്തിന് തമ്പുരാന് നൽകുന്ന, നീയും നിന്റെ കുടുംബവും നൽകുന്ന ആരാധനയാണ്. അത് ആത്മാർത്ഥതയോടുകൂടി നൽകുക. ഈ ആരാധനയുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം, അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ. ആശീർവാദം ഇന്ന് നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തോടുകൂടി മനസ്സൊരുക്കി ഈ സമയം അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുക.
ഈ ഒരു വർഷത്തിന് മുഴുവനും വേണ്ട ആശീർവാദം നീ ചോദിച്ചു വാങ്ങണം. ഈ ഒരു പുതുവർഷത്തിന് ആവശ്യമായ എല്ലാ കൃപകളും നീ ചോദിക്കണം. തരും കർത്താവ്, അവിടുന്ന് തരും. അവിടുത്തെ കരം നീട്ടുകയാണ്. അവിടുത്തെ തിരുമുറിപ്പാടിന്റെ കരം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ജീവിത നിയോഗങ്ങളുടെ മേലും അർപ്പിക്കുന്നു. നിന്നെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ മേൽ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷത്തിലേക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഈ വർഷത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ഓരോ ദിനങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഇതാ ഏൽപ്പിക്കുന്നു കർത്താവേ. നിശബ്ദതയില് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക, ഏൽപ്പിക്കുക, യാചിക്കുക, നന്ദി പറയുക. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ആയിരിക്കാം. പുതിയൊരു വർഷം പുലരുന്നു, പുതുമയിലാശകൾ ഉണരുന്നു. കർത്താവേ നിൻ തനയരിതാ, നിൻ തിരുസന്നിധി അണയുന്നു. ആയിരം ആയിരം അക്ഷികളെ പുതിയ ദിനത്തിൽ പൂങ്കിരണം കാണാതൊത്തു നിരാശയതിൽ മങ്ങിയടഞ്ഞു മറഞ്ഞല്ലോ. പുതുവർഷത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങൾ ഇറങ്ങുന്നു. വീഴാതഖിലേശ കൈകൾ പിടിച്ചു നടത്തണമേ. കരളിൽ നിരാശ നിറയ്ക്കരുതേ, കൃപയുടെ വാതിലടയ്ക്കരുതേ, കാക്കും കൈകൾ വലിക്കരുതേ.